ഹുവ ഹുമാഹും ഹിയ ഹുമാഹുന്ന അന്ത അന്തുമ അന്തും അന്തി അന്തുമ അന്തുന അന നഹ്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലൊമീറുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനെ പറയുന്നത് ലൊമീറുൻ മുൻഫസിൽ എന്നാണ്. ലൊമീറുൻ മുൻഫസിൽ എന്നാണ് പറയുക. നോട്ടിടാനാണ്. ലൊമീറുൻ മുൻഫസിലുൻ എന്നാണ് പറയുക. അത്തരം ലൊമീറുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ അറ്റാച്ച്ഡ് പ്രോനൗൺ പഠിച്ചിട്ടുണ്ട്. ലൊമീറുൻ മുത്തസിലുൻ പഠിച്ചിട്ടില്ലേ? ഓർമ്മയുണ്ടോ? ലൊമീറുൻ മുത്തസിലുൻ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? അറ്റാച്ച് ചെയ്യുന്ന പ്രോനൗണ് ഈ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു. എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഇസ്മിൻ്റെ കൂടെ ലൊമീറുകൾ വരും. അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന ലൊമീറുകൾ സാധാരണ എങ്ങനെ വരിക? എന്തിൻ്റെ റഫിൻ്റെ സ്ഥാനത്തായിരിക്കും. ഹുവ അവൻ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണ് വരിക. ഇതെന്ന് വെച്ചാൽ ഒരു ഇതിൻ്റെ കൂടെ വരുമ്പോൾ, ഒരു ഇസ്മിൻ്റെ കൂടെ വരുമ്പോൾ അതിനെ പറയുന്നത് മുൻഫസിലുണ്ട്. മുത്തസിൽ ഇട്ടിട്ടില്ല അല്ലേ? മുൻഫസിൽ എടുക്കേണ്ടത് മുത്തസിലില്ല. അപ്പോൾ എന്തുണ്ടാവും? ഒരു ഇസ്മിൻ്റെ കൂടെ ലമീർ ചേരും. ഒരു ഇസ്മിൻ്റെ കൂടെ ചേരുമ്പോൾ അത് എന്തായിരിക്കും? ജെറിൻ്റെ സ്ഥാനത്തായിരിക്കും. ഇസ്മുൻ പ്ലസ് ലമീറുൻ മുത്തസില മുലാഫ് മുലാഫിലേഹി ആയിട്ടാണ് വരിക. ഓക്കെ. ഇപ്പോൾ ഒരു കിതാബുൻ എന്ന് പറഞ്ഞാൽ ഒരു ഇസ്മു, അതിൻ്റെ കൂടെ എന്തുണ്ട്? കിതാബുൻ. അതിൻ്റെ കൂടെ ഹു ചേർത്ത് കഴിഞ്ഞാൽ അവൻ്റെ പുസ്തകം എന്നർത്ഥം കിട്ടും അല്ലേ? കിതാബുഹു അവൻ്റെ പുസ്തകം, കിതാബ് കലമുഹു അവൻ്റെ പേന. ഇങ്ങനെ നമ്മൾ ലമീറുകൾ ചേർത്തു. ലമീറുകൾ ചേർത്തു. അതിനൊരു രൂപം ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഹു ഹുമാഹും ഹാ ഹുമാഹുന്ന കാ കുമാക്കും കീ കുമാക്കുന്ന ഈ ന. ഇങ്ങനെ നമ്മൾ പഠിക്കണം. ഈ ന എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ലൊമീറുകൾ പഠിക്കണം. എന്നിട്ട് നമ്മൾ ഓരോ ഇസ്മിൻ്റെ കൂടെയും ഈ ലൊമീറുകൾ നമ്മൾ അറ്റാച്ച് ചെയ്ത് നോക്കണം. കിതാബുൻ പുസ്തകം, കിതാബുഹു അവൻ്റെ പുസ്തകം, കിതാബുഹു കിതാബുഹുമാ കിതാബുഹും, കിതാബുഹ അവളുടെ പുസ്തകം, കിതാബുഹുമാ കിതാബുഹുന്ന, കിതാബുക കിതാബുക്കുമാ കിതാബുക്കും, കിതാബുക്കി കിതാബുക്കുമാ കിതാബുക്കുന്ന, കിതാബി കിതാബുന കിതാബി എൻ്റെ പുസ്തകം, ഇസ്മി എൻ്റെ പേര്, ഉമ്മി എൻ്റെ ഉമ്മ, റബ്ബി എൻ്റെ റബ്ബ്, റബ്ബുന നമ്മുടെ റബ്ബ്. ഇങ്ങനെ നമ്മൾ ഇസ്മിലേക്ക് ദൊമീറിനെ ചേർത്തുമ്പോൾ ആ ദൊമീർ എന്തിൻ്റെ സ്ഥാനത്തായിരിക്കും? മുലാഫിനിലേഹി അല്ലേ? അവൻ്റെ ഇൻ്റെ ഉടെ എന്ന് പോലെ ആവും. കിതാബുഹു അവൻ്റെ പുസ്തകം, കിതാബു മുലാഫ് ഹു മുലാഫിനിലേഹി മജുറൂറുൻ ജെറിൻ്റെ സ്ഥാനത്തായിരിക്കും. പക്ഷേ നമ്മൾക്കറിയാം, നമ്മളിതുവരെ പഠിച്ച ജെറുകളൊക്കെ അതിൻ്റെ അവസാനം കെസറ ഉണ്ടാവും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് ഇസ്മു മജുറൂറാണ് അല്ലെങ്കിൽ മുലാഫിനിലേഹി മജുറൂറാണെന്ന്. ദൊമീറുകളെല്ലാം മബനിയാണ്, അതിൻ്റെ അവസാനം മാറൂല. അതുകൊണ്ട് ജെറിൻ്റെ അടയാളം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കൂല. പക്ഷെ അത് മുലാഫിനിലേഹി മജുറൂറാണെന്ന് തന്നെ നമ്മൾ പറയും. പക്ഷെ ജെറിൻ്റെ അടയാളം ആയിട്ടുള്ള കെസറ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കൂല. അത് ക്ലിയർ അല്ലേ? അത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഒന്ന് മിണ്ടിക്കഴിഞ്ഞാൽ മുന്നോട്ട് പോകും. ഓക്കെ, നെക്സ്റ്റ് മതി. ഇതേപോലെ നമ്മൾ ഓരോ ഇസ്മിൻ്റെ കൂടെ ചേരും. പക്ഷെ രണ്ട് പേരുകൾ, രണ്ട് ഇസ്മുകളുണ്ട്. രണ്ട് ഇസ്മുകളെ ഞാൻ പറയാം. ഒന്ന് അബുൻ. അബുൻ നിങ്ങൾക്ക് അറിയാരാ? അബുൻ ആരാ? ഫാദർ, ഉപ്പ അല്ലേ? അബുൻ എന്ന് പറഞ്ഞാൽ ഉപ്പ. അഹുൻ എന്ന് പറഞ്ഞാലാ ബ്രദർ. അഹുൻ എന്ന് പറഞ്ഞാൽ ബ്രദർ. ബ്രദർ. ഇവരുടെ കൂടെ ഇവർ ചേർത്ത് കഴിയുമ്പോൾ എന്തുണ്ടാവും? ഒരു അലിഫ് കൂടുതൽ വരും. കണ്ടോ? ഇതിലേക്ക് നമ്മൾ ലമീർ അറ്റാച്ച് ചെയ്യുമ്പോൾ ഒരു വാവ് കൂടുതൽ വരും അല്ലേ? എന്ന് പറഞ്ഞേ, ഇതേപോലെ ഒന്ന് പറഞ്ഞേ. അവൻ്റെ ഉപ്പ എന്നെങ്ങനെ പറയാ? അബൂഹു. അപ്പൊ നമ്മളെന്തായി? അബുൻ്റെ കൂടെ ഒരു വാവണ്ട് കൂടുതൽ വന്നു അല്ലേ? അബുൻ്റെ കൂടെ പിന്നെ നമ്മൾ എന്ത് ചെയ്തു? പ്ലസ് ഒരു വാവ് കൂടുതൽ വന്നാണ്ടോ? അബൂന്ന് വന്നു അല്ലേ? അല്ലേ? അപ്പോഴല്ലേ അബൂഹു ആയത്. കറക്റ്റ് അല്ലേ? ഒരു വാവ് കൂടുതൽ വന്നാണ്ടോ? അപ്പോഴല്ലേ ഇങ്ങനെ വരുന്നത്? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അബൂഹു. അപ്പോൾ ഒരു വാവ് അവിടെ കൂടുതൽ വന്നു. ഹിസ് ഫാദർ. ഒരു വാവ് അവിടെ കൂടുതൽ വന്നു. അതേപോലെ തന്നെ അഹൂഹു. എന്തിൽ ലമീർ അറ്റാച്ച് ചെയ്യുമ്പോഴും എന്തുണ്ടാവും? അബൂഹു. ഇനി അവർ രണ്ടുപേരുടെ ഉപ്പ അബൂഹുമാ അബൂഹും, അബൂഹ അവളുടെ ഉപ്പ, അബൂഹുമാ അബൂഹുന്ന അബൂക്ക നിന്റെ ഉപ്പ, അബൂഖുമാ അബൂക്കും, അബൂക്കി നീ ഒരു പെണ്ണിൻ്റെ ഉപ്പ, അബൂക്കുമാ അബൂക്കുന്ന, അബീ. അവിടെ ഒരു പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചു. അബൂന അബീ എന്ന് പറഞ്ഞപ്പോൾ എന്തായി? ആ ദൊമ്മ പോയില്ലേ?
അബി മൈ ഫാദർ. അവിടെ വാവില്ല. അവിടെ വാവില്ല. അബി എന്ന് പറയുമ്പോൾ അവിടെ വാവില്ല. ദർ ഇസ് നോ വാവ്. അബി മൈ ഫാദർ. അവിടെ ദർ ഇസ് നോ വാവ്. ഓക്കെ, അവിടെ വാവില്ല കേട്ടാ. ബാക്കി എല്ലായിടത്തും ഈ യാമുത്തക്കല്ലിമിലേക്ക് ചേർത്തുമ്പോൾ വാവ് വരില്ല. ബാക്കി എല്ലായിടത്തും വാവുണ്ടോ? ഉണ്ട്. ഇതേപോലെ തന്നെ അഹുൻ ബ്രദർ എന്ന് പറയുമ്പോഴെങ്ങനെയാ? അഹൂഹു, അഹൂഹുമാ, അഹൂഹും, അഹൂഖ അവളുടെ ബ്രദർ, അഹൂഹുമാ, അഹൂഹുന്ന അവരുടെ ബ്രദർ, അഹൂക്ക നിന്റെ ബ്രദർ, അഹൂക്കുമ, അഹൂക്കും, അഹൂക്കി, അഹൂക്കുമ, അഹൂക്കുൻ, അഹീ അവിടെ വാവ് പോയിട്ടാ. എൻ്റെ ബ്രദർ, അഹൂന ഞങ്ങളുടെ ബ്രദർ. വാവ് പോയത് എവിടെയെന്ന് മനസ്സിലായില്ലേ? യാമുത്തക്കലേമിലേക്ക് ചേരുമ്പോൾ വാവില്ല. അത് എന്തോ അങ്ങനെ തന്നെ. കിതാബി എന്ന് പറയുമ്പോഴും അവിടെ വാവല്ല, ആ ബൊമ്മ പോയി കെസ്റായി. യാമുത്തക്കലേമിലേക്ക് ചേരുമ്പോൾ അതിനോട് മാച്ചായ കെസ്റ ഓട്ടോമാറ്റിക്കലി അവിടെ വരും. ഓക്കെ, അത് ഓർത്ത് വെക്കുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഈ ഒരു ലമീറിലേക്കൊക്കെ ചേർത്തുമ്പോൾ വാവ് വരും. വാവ് വരുന്നത് മനസ്സിലായില്ല? അബുനും അഹുനും വാവ് വരും. അബുനും അഹുനും മാത്രമല്ല, 5 ആൾക്ക് വാവ് വരും. അഞ്ച് ഇസ്മുകൾക്ക്, അല്ലെങ്കിൽ 6 എന്ന് ചില സ്കോളേഴ്സ് പറയും 6 ഇസ്മുകൾ. 6 ഇസ്മുകളുടെ അവസ്ഥ ഇതുപോലെ ലമീറിലേക്ക് ചേർത്തുമ്പോൾ വാവ് വരും. അബുനും അഹുനും മാത്രമല്ല, വേറെ ഉണ്ട്. ഹമുൻ എന്ന് പറയും. നമുക്കിപ്പോൾ പക്ഷെ പഠിക്കാനില്ല കേട്ടോ. ഹമുൻ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? എന്താ പറയുക, മറ്റേ എന്താ പറയുക, അമ്മോഷൻ എന്ന് പറയില്ലേ നിങ്ങൾ? എന്താ പറയുക? അമ്മസൻ, അമ്മോഷൻ, വേറെ എന്താ? ഫാദർ ഇൻ ലോ. യെസ്, ഫാദർ ഇൻ ലോ. അപ്പം ഹമൂഹു ഫാദർ ഇൻ ലോ, ഫാദർ ഇൻ ലോ കേട്ടോ. പിന്നെ ആരാ? സൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. സൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീനിങ് ഇൻഷാല്ലാ ഖുർആനിലൊക്കെ കണ്ടിട്ടുണ്ടാവും. സൂ കൂവത്തിൻ കണ്ടേ? സൂ എന്ന് പറഞ്ഞാൽ എന്താ പറയാ? സൂ എന്ന് പറഞ്ഞാൽ ഉള്ള എന്നൊക്കെയാണ് പറയാ. ഉള്ള. വേറെ എന്താ? സൂ. അത് ഇതിന് ശേഷം ഒരു മുലാഫിലേക്ക് വരും. അപ്പോഴാണ് നമുക്ക് ഇവിടുത്തെ എവിടെ വരിക എന്നൊക്കെ നമുക്ക് സംശയം വരും. അതെങ്ങനെയാണ് സൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് വരിക എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. പക്ഷെ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സൂവിന് ശേഷം ഒരു മുലാഫുൻ ഇലൈഹി. ഒരു മിനിറ്റ് കേട്ടോ. മ്യൂട്ടാക്കിക്കോട്ടാ. സംസാരമുള്ളവരൊന്ന് മ്യൂട്ടാക്കിക്കോ. കാണില്ല. സൂ പറഞ്ഞാൽ ഉള്ള എന്നാണ്. ഉള്ള. അവിടെ ഒരു വാവ് വരും. അതായത് സൂ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂ മാലിൻ സമ്പത്തുള്ളവൻ. മാല് എന്ന് പറഞ്ഞാൽ അറിയാലോ, സമ്പത്തുള്ളവൻ. അതിന് ശേഷം ഒരു മുലാഫിനിലേക്ക് വരെ. സൂ മാലിൻ എന്ന് പറഞ്ഞാൽ സമ്പത്തുള്ളവൻ. പിന്നെന്താ? സൂ ഇൽമിൻ അറിവുള്ളവൻ. സൂ പിന്നെന്താ? അങ്ങനെയൊക്കെ നമുക്ക് പറയാം കേട്ടാ. അപ്പോൾ സമ്പത്തുള്ളവൻ, അറിവ്, സമ്പത്ത്, പിന്നെ എന്തെങ്കിലുമൊക്കെ ഉള്ളവൻ എന്നൊക്കെ പറയുമ്പോൾ സൂ വെച്ചിട്ട് പറയും. ഇതുണ്ട്, ഒരു സൂ ഉണ്ട്. പിന്നെ ഹമുൻ, അബുൻ, അഹുൻ, ഹമുൻ, സൂ, ഫു. ഫു എന്ന് പറഞ്ഞാൽ വായ, മൗത്ത്. ഫു. ഫമുൻ എന്നുള്ളതിൻ്റെ അത് ഫു പറഞ്ഞാൽ മൗത്ത്, വായ. മറ്റേത് ഉള്ളാന്ന് കേട്ടോ. അപ്പോൾ ഇതിനെ പറയുന്നത് അസ്മാ ഉൽ ഹംസ എന്നാണ്. അസ്മാ ഉൽ ഹംസ. ഇസ്മുൻ പേര്, അസ്മാ ഉൻ പേരുകൾ, ഹംസ പഞ്ചനാമങ്ങൾ, 5 പേരുകൾ. ഇതിനെ പറയുന്നത് അസ്മാ ഉൽ ഹംസ. അസ്മാ ഉൽ ഹംസ. നോട്ട് ഞാൻ നോക്കിയിട്ടിട്ട്. അസ്മാ ഉൽ ഹംസ എന്നാണ് അതിനെ പറയാം. ഇവരുടെ പ്രത്യേകത എന്താ? ഇവ കണ്ടോ, ദമീറിലേക്ക് ചേർത്തുമ്പോൾ അവിടെ എന്തുണ്ടായി? ഒരു വാവ് വന്നു ഇല്ലേ? ദമീറിലേക്ക് ചേർത്തിയപ്പോൾ വാവ് വന്നു. ക്ലിയർ ആയോ? ഫൂ നിങ്ങൾ നോക്കണ്ട കേട്ടോ. അത് നമുക്ക് ലാസ്റ്റ് പഠിപ്പിച്ചു തരാം. ബാക്കിയുള്ളത് മനസ്സിലായ? ലമീറിലേക്ക് ചേർത്തിയത് മനസ്സിലായ? ഒരു വാവ് വരുന്നു പറഞ്ഞാൽ മനസ്സിലായ? ആയോ? മിണ്ടിക്കഴിഞ്ഞാൽ മുന്നോട്ട് പോകും, ഇല്ലെങ്കിൽ ഇവിടെ ഇരിക്കൂട്ടാ. ഇല്ല. ആരെങ്കിലും ഉണ്ടാ ക്ലാസ്സിൽ? 2-3 ഫസ്റ്റിലാണ്. മനസ്സിലായവർ പറഞ്ഞു, ബാക്കിയുള്ളവരടക്കട്ടെ. അപ്പോൾ ഇതിൽ നമ്മൾ ബാക്കിയുള്ളതുപോലെയല്ല, ഇസ്മിലേക്ക് ചേർത്തുമ്പോൾ ഒരു വാവ് വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറയും എന്തെന്ന്? ഉപ്പ പോയി എന്ന് എങ്ങനെ പറയാ? പോയി നമ്മൾ പഠിച്ചിട്ടില്ലേ? പോയി, വന്നു, പോയി, ഏതെങ്കിലും പറഞ്ഞ ഒരു പേര് വെച്ച് പറഞ്ഞേ. ഉപ്പാനും കൂടി അവിടെ കൂട്ടിയേ.
അബുൻ. ദഹബ അബുൻ അല്ലേ? അബുൻ അല്ലേ? ആ Abun. അബുൻ. ആ ദഹബൽ അബു എന്ന് പറഞ്ഞാലും മതി. അലിഫ്ലാമിട്ട് ദഹബൽ അബു. ഒരു ഉപ്പ പോയി. ദഹബൽ അബു ഉപ്പ പോയി. ഇനി നിന്റെ ഉപ്പ പോയി എന്നാന്ന് പറഞ്ഞേ. Zahaba abi. അത് നിന്റെ ഉപ്പായി അല്ലേ? ദഹബ അബു. നിന്റെ ദഹബ ദഹബ അബൂക്ക. ഉപ്പ Abuka. പോയി. ദഹബ അബൂക്ക ഉപ്പ പോയി അല്ലേ? നിന്റെ ഉപ്പ പോയി. ദഹബ അബൂക്ക. ദഹബ ഫീല് മാലി. അബൂക്ക എന്താ? ഫായിലുൻ മർഫൂഉൻ അല്ലേ? അല്ലേ? Abu. കേട്ടാ? Fa'ilun marfu'un. ഫായിലും മർഫൂഉൻ. നമ്മൾ സാധാരണ റഫിന്റെ അടയാളം എന്താ പറയാറ്? റഫിന്റെ അടയാളം എന്ന് Dhamma. പറഞ്ഞേ. റഫിന്റെ അടയാളം എന്താ? ആ റഫ് എന്തുകൊണ്ടാ റഫ് ചെയ്യാറ് സാധാരണ നമ്മൾ റഫിന്റെ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കുക റഫാണെന്ന്? ദൊമ്മ. കറക്റ്റ്. Dhamma. മാഷാ അല്ലാഹ്. ആരെങ്കിലും ഒക്കെ Wa. ഉണ്ടല്ലോ. ഇനി പറയട്ടെ. മറ്റുള്ളവർ ആലോചിക്കുക. Dhamma. ദൊമ്മ. ദഹബ അബുൻ ഫായിലുൻ മർഫൂഉൻ അലാമത്തു റഫിഹി അൽ ദൊമ്മ. റഫിന്റെ അടയാളം ദൊമ്മയാണ്. ദഹബ അബൂക്ക അല്ലെങ്കിൽ ജാ അബൂക്ക. അവിടെ റഫിന്റെ അടയാളം എന്തായിരിക്കും? മറ്റേത് കാ മുലാഫിനിലേക്കാണ് കേട്ടോ. അങ്ങോട്ട് പോകല്ലേ. Wawu. വാവാണ്. യെസ്, Wawu. വാവാണ് റഫിന്റെ അടയാളം. ക്ലിയർ ആയ? റഫിന്റെ അടയാളം അവിടെ എന്താണ്? വാവാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ അസ്മാഉൽ ഹംസ റഫ് ചെയ്യുന്നത് വാവ് കൊണ്ടാണ്. ക്ലിയർ ആയോ? അസ്മാഉൽ ഹംസ റഫ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? വാവ് കൊണ്ടാണ്. ആ റൂള് മനസ്സിലാക്കി വെക്കുക. അസ്മാഉൽ ഹംസ റഫ്. അപ്പൊ എന്തായി? ദഹബ അബൂക നിന്റെ ഉപ്പ പോയി. അബൂ ഫായിലുൻ മർഫൂഉൻ അല റഫിന്റെ അടയാളം വാവ്. ദഹബ അല്ലെങ്കിൽ ജാ അബി അല്ല ജാ വന്നു. ജാ അഹൂക നിന്റെ സഹോദരൻ വന്നു. അല്ലെങ്കിൽ ജാ അഹൂഹ അവളുടെ സഹോദരൻ വന്നു എന്നൊക്കെ പറയുമ്പോൾ റഫ് ചെയ്തത് വാവ് കൊണ്ടാണ്. ഓക്കെ. ആ അബുൻ അഹുൻ ഹമുൻ അതിനൊക്കെ പറയുന്നതാണ് അസ്മാഉൽ ഹംസ. അസ്മാഉൽ ഹംസ റഫ് ചെയ്യുന്നത് വാവ് കൊണ്ടാണ്. ഇനി വേറെ ഒന്നുകൂടി പറയാം ഞാൻ. ജാ ദു മാലിൻ സമ്പത്തുള്ളവൻ വന്നു. ദു എന്ന് പറഞ്ഞാൽ ഉള്ളാട്ടാ. ഇപ്പം പഠിക്കാനില്ല എന്നിരുന്നാലും നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ. സമ്പത്തുള്ളവൻ വന്നു. ജാ ദു മാലിൻ സമ്പത്തുള്ളവൻ വന്നു. ദു മാലിൻ. കണ്ടോ? ഇനി അടുത്തത് പറയാനുള്ളത്, ഇനി നമ്മൾ റഫ് ജെറ് ചെയ്യണ എപ്പോഴാ? നമ്മൾ ജെറ് ചെയ്യണ രണ്ടെണ്ണം പഠിച്ചു അല്ലേ? ഒന്ന് ജറിന്റെ അറഫുകള് മുലാഫിനില്ലേ. ഹർഫ് ജെറിട്ട് ഒരെണ്ണം പറയാം കേട്ടാ ഞാൻ. സല്ലം തു എന്ന് പറഞ്ഞാൽ ഞാൻ സലാം പറഞ്ഞു എന്നാണ് കേട്ടാ. ഞാൻ സലാം പറഞ്ഞു. അലാ ഞാൻ നിന്റെ ഉപ്പയോട് സലാം പറഞ്ഞു. സല്ലം തു അല നിന്റെ ഉപ്പ. എങ്ങനെ പറയാ? അബൂക്ക. ആ അബൂക്ക നിന്റെ ഉപ്പ. സല്ലം തു അല വന്നപ്പോ എന്താവണം? സല്ലം തു അല അബീക. അബീക അബിക്കി വേണ്ട. അബീക. സല്ലം തു അല അബീക. സല്ലം തു അല അബീക. യാ കൊണ്ട് ജെറ് ചെയ്തു. സല്ലം തു അല അബീക. അബീക ട്ടാ. അബീക അബീക. ഇനി 9 കിട്ടി. ഇനി അടുത്തത് സൗണ്ട് ഉള്ളവരൊന്നും മ്യൂട്ടാക്കി വെച്ചേ. സല്ലം തു അല അബീക. അടുത്തതാരാ? ഇനി നമ്മൾ നെസ്ബ് ചെയ്യണ പഠിച്ചിട്ടുണ്ടോ നിങ്ങള്? അലിഫ് കൊണ്ട് അലിഫ് അല്ല ഫതഹ കൊണ്ട് നെസ്ബ് ചെയ്യും. ശരി. അപ്പോൾ നമ്മൾ ഫതഹ കൊണ്ട് നെസ്ബ് ചെയ്യും. ഇപ്പം ഞാൻ കണ്ടു. റഅയ്തു നിന്റെ ഉപ്പാനെ ഞാൻ കണ്ടു. അബാക്ക അലിഫ് കൊണ്ട് നെസ്ബ് ചെയ്യും. അബാക്ക കാര്യമായിട്ടില്ല പഠിക്കാൻ. വാവ് മാത്രം നമുക്ക് പഠിക്കാനുള്ള. എന്നാലും നോക്കി വെച്ചോ. പിന്നെ നെസ്ബ് ചെയ്യുന്ന എവിടെയാ? മുനാദ. നിങ്ങൾക്ക് അറിയില്ല അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിടിച്ചിരുന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ?
അബൂ ഹുറൈറ അതാണ് നമ്മൾ സാധാരണ അബൂ ഹുറൈറനെ അറിയാലോ നിങ്ങൾക്ക്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂ വെച്ചിട്ടുള്ള പേരുകൾ ഓർമ്മ ഉണ്ടോ സ്വഹാബിമാരുടെ? അബൂ ബക്കർ, അബൂ ഹുറൈറ, അബൂ ഹുറൈറ വന്നു. എന്നാൽ നിങ്ങൾ ഹദീസ് നോക്കിയേ, ഹദീസ് നോക്കുമ്പോൾ ഒന്ന് മിണ്ടാക്കിയേ, ഹദീസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം അബൂ അന്നുള്ള ഹനീഫ ഒന്ന് മിണ്ടാക്കിത്ത അന്നുള്ള ഹർഫു ജെറിന് ശേഷം അൻ അബി ഹുറൈറത്ത കണ്ടോ? അന്ന് പ്രിപ്പോസിഷന് ശേഷം അൻ അബി ഹുറൈറത്ത, അൻ അബി ബക്രിൻ, അങ്ങനെയല്ലേ വരാറ്? അൻ അബി ഹുറൈറ അല്ലെ, അങ്ങനെയല്ലേ വരിക? അൻ അബു ഹുറൈറ എന്ന് വരില്ല, അൻ അബി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എങ്ങനെ വിളിക്കുക? യാ അബാ ഹുറൈറ, യാ അബാ ബക്ർ, അബൂബക്കറേ എന്ന് വിളിക്കുന്നത് നബി. യാ പറയുമ്പോൾ കണ്ടോ നസ്ബ് ചെയ്യുമ്പോൾ ഫത്തഹ കൊണ്ടിട്ടാ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് വെറുതെ വായിച്ചാൽ മതി, മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഇങ്ങനെ അസ്മാഉൽ ഹംസയുണ്ട്, ഇത് റഫ് ചെയ്യുന്ന വാവ് കൊണ്ടാണ്, യാ കൊണ്ട് ജെറ്, അലിഫ് കൊണ്ട് നസ്ബും ചെയ്യുന്നു എന്നുള്ളത് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? അതിന് അസ്മാഉൽ ഹംസ എന്നാണ് പറയുക. അതായത് ഇലാഫത്ത് വരുമ്പോഴാണ് കേട്ടോ, മുലാഫ് മുലാഫിലേഹി വരുമ്പോഴാണ്. വെറുതെ നിൽക്കുമ്പോൾ നമുക്ക് അബുൻ അഹുനൊന്നും ഒരു മാറ്റവും ഇല്ല കേട്ടോ. അതൊന്ന് വെറുതെ നോട്ടൊന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. കണ്ടോ? അബൂക മുജ്തഹിദുൻ, നിന്റെ ഉപ്പ പരിശ്രമശാലിയാണ്. കണ്ടോ? അബൂ മുബ്തദഅ മർഫൂഉൻ അലാമത്തു റഫ്ഇ അൽ വാവു, കാരണം അത് അസ്മാഉൽ ഹംസ ആയതുകൊണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് വെറുതെ വായിച്ചാൽ മതി കേട്ടോ, വേറെ ഒന്നും വേണ്ട കേട്ടോ. അടുത്ത നസ്ബ് ചെയ്യുന്നത് ഏതുകൊണ്ടാണ്? നസ്ബ് ചെയ്യുന്നത് അലിഫ് കൊണ്ട്. ഞാൻ കണ്ടു എന്നറിയാം. ഞാൻ ആരെയാ കണ്ടത്? ഞാൻ കണ്ടത് നിന്റെ ഉപ്പാനെ കണ്ടു എന്ന് പറയുമ്പോൾ റഅയ്തു അബാക. ഇതും കൂടി ഞാൻ ഇടുന്നുണ്ട് ഞാൻ, പക്ഷെ ഇപ്പോൾ നിങ്ങൾ നോക്കണ്ട കേട്ടോ. എനിക്കിനിപ്പോൾ പിന്നെ എന്താ പറയുക, അയക്കണ്ടല്ലോ, അതും കൂടിയിട്ട് ഞാൻ അയക്കുന്നുണ്ട് കേട്ടോ. രണ്ടെണ്ണം അല്ലെങ്കിൽ ഇത് ഭയങ്കര പ്രയാസമാവും ഇതൊക്കെ അയക്കാനായിട്ട്. ഒരെണ്ണം കൂടി അയച്ചിടാം. ഈ പാഠത്തിൽ ഇനി എന്തെങ്കിലും ഉണ്ടോ? ഖബറിൻ്റെ ഇനങ്ങൾ ഫീഹ ഇല്ല, ഇതൊന്നും കൂടി ഉണ്ടാവണമല്ലോ. ഖബറിൻ്റെ ഇനങ്ങൾ ഏതായിട്ടുള്ള അത് ഇൻഷാ അല്ലാഹ് പിന്നെ പറയും. അപ്പം അത്ര മതി ട്ടാ. ജസാക്കുമുല്ലാഹ്.